നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജീവനക്കാരുടെ മുൻകാല സർവീസ് പൂർണ്ണമായും പരിഗണിച്ച് സർക്കാർ സർവീസിലേക്ക് ആഗിരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NGOA, KG, NU യൂണിയനുകൾ സംയുക്തമായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂചന പണിമുടക്ക് സമരം നടത്തി. മുൻ കണ്ണൂർ മേയർ ടി. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പറഞ്ഞ ആളുകൾ പിന്നീട് ഇതിന്റെ ഭരണാധികാരികളായി മാറിയതാണ് ഇതിന്റെ ചരിത്രം. ഉള്ളുപ്പുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കും. പക്ഷെ അവർക്ക് ആസനത്തിൽ ആല് മുളച്ചാലും അത് തണലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവിടെ ഇതിനെ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായി പ്രസംഗിച്ച ഒരാളുണ്ട്. അയാളുടെ പേരാണ് MV ജയരാജൻ. അദ്ദേഹമാണ് പിന്നീട് ഇതിന്റെ ചെയർമാനായത്. ഒരുപാട് പാപം ചെയ്യുമ്പോൾ ശാപം കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുതലും പലിശയും ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങൾ ശിക്ഷിച്ചു. അപ്പോൾ ഇത് വരും. ആരായാലും അനുഭവിക്കാതെ പോകാൻ കഴിയില്ല. ഇപ്പോഴേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സന്തോഷം പറഞ്ഞു. നിങ്ങൾക്കറിയാം, എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ ഉപജീവനത്തിനാണ്. ഇപ്പൊ പരാജയമുണ്ടായപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞത് തിരുത്തുമെന്നാണ്. നിങ്ങൾ ഈ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തിരുത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ജീവനക്കാരുടെ മുൻകാല സർവീസ് പൂർണ്ണമായും പരിഗണിച്ച് സർക്കാർ സർവീസിലേക്ക് ആഗിരണം ചെയ്യുക. സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ അന്നേ ദിവസം വരെ ജീവനക്കാരന് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അന്നത്തെ ശമ്പളവും സംരക്ഷിച്ചുകൊണ്ട് ജീവനക്കാരെയും ഏറ്റെടുക്കുക. 2018 മുതൽ തടഞ്ഞുവെച്ച ഗ്രേഡ്, പ്രൊമോഷൻ എന്നിവ അനുവദിക്കുക. തടഞ്ഞുവെച്ച ശമ്പള പരിഷ്കരണം അനുവദിക്കുക. റിട്ടയർ ചെയ്ത ചില ജീവനക്കാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം എത്രയും പെട്ടെന്ന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജീവനക്കാർ പണിമുടക്കിയത്. NGOA പരിയാരം ബ്രാഞ്ച് പ്രസിഡന്റ് PA ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KG NU സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് KS മുഖ്യപ്രഭാഷണം നടത്തി. KG NU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനസ് SM, പ്രൊഫസർ രേണു സൂസൻ തോമസ്, ഷനിജ് MP തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.